ഇത് ഫുൾ ഫിൽറ്ററാണ്. ഫിൽറ്റർ ആണെങ്കിൽ നോക്കിക്കോ. ഫിൽറ്റർ ആണോ ഗൈസ്? ഇത് ഫിൽറ്റർ ആണോ? ഇത് ഫിൽറ്റർ ആണോ? ഇത് ഫിൽറ്റർ ആണെങ്കിൽ പുരുവം കാണും, ചുണ്ടും കാണും. ഫിൽറ്റർ ആണോ? ആണാ? എടാ മൈരേന ഫിൽറ്റർ അല്ല പൂറിമോനെ. എൻ്റെ കസ്റ്റമർക്ക് അറിയാം. എന്നോട് പറഞ്ഞ നീ ഒരു ചില പെണ്ണുങ്ങളൊക്കെ എന്നോട് പറയണ, ഇന്നലത്തെ ചേട്ടൻ എന്നോട് ചേട്ടൻ പറയാണ് എന്തോന്ന് നീ ഒരു മേക്കപ്പ് ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഞാൻ പറയാം എനിക്ക് മേക്കപ്പിൻ്റെ ആവശ്യമില്ല, എനിക്ക് ലിപ്സ്റ്റിക്കും കണ്ണ് പുരുകം ഇങ്ങനെ വരക്കും, ഇത് വരക്കും, അത്രേ ഉള്ളൂ. ഒരപ്പോയിൻമെൻ്റ് ഇല്ല പോടാ. പൂർവ്വം ഒരു വിരൽ കലപ്പിക്ക് 50 ദിർഹംസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, 50 ദിർഹം എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര വലിയ വിലയാണ്. ഇപ്പോൾ 7 രൂപയുടെ വെള്ളം മേടിച്ച് കുടിക്കണില്ല ഞാൻ. അതും കൂടി ഇല്ലാതെ ഞാൻ വെള്ളം മേടിച്ചത് അപ്പുറത്തുള്ള റൂമിലത്തെ ചേച്ചിയുടെ നിന്നാണ്. മനസ്സിലായ? ഒരു 25 ഫിൽസായാലും പോലും മോനെ അതിന് അതിൻ്റേതായ വിലയുണ്ട് ഇവിടെ ഈ പ്രവാസ ലോകത്ത്. 50 ദിർഹം അതും കിട്ടാൻ വേണ്ടി ഏറ്റവും വലുത്. പക്ഷേ നീ 50 ദിർഹം പറഞ്ഞിട്ട് ഞാൻ വേണ്ടെന്ന് പറയുമ്പോൾ നിൻ്റെ വില എവിടെ ഉണ്ടെന്നൊന്ന് നോക്ക്. 50 ദിർഹം നീ തരാമെന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് നിൻ്റെ 50 രൂപയും വേണ്ട നിന്നെയും വേണ്ടെന്ന് പറയുമ്പോൾ പോയില്ലടാ നിൻ്റെ സ്ഥാനം. നിൻ്റെ 50 രൂപക്ക് ഒരു പേപ്പറിൻ്റെ വിലയും കൂടി ഇതാക്കിയില്ല ഞാൻ. എന്നെ ഒന്ന് പരിഗണിക്കുമോ മോനെ? ഞാൻ ഇക്കാര്യം പറയാം, നിങ്ങൾക്കൊക്കെ 2000-ന് മേലെ സാലറി ഉണ്ടാ. അബ്ബാസ് ഞാൻ വരാം, 150 മതിയാ. നിൻ്റെ അത് മോളെ കൊണ്ട് നിർത്ത്. അബ്ബാസേ നിൻ്റെ മോളെ കൊണ്ട്, നാട്ടിൽ മോളുണ്ടാ? അല്ലെങ്കിൽ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ മോളെ പോയി പണ്ണ. ആനോ വന്നേക്കാണ് പൂറി പോയി. നിനക്ക് തരാതിരിക്കുമോ ഞാൻ? നിൻ്റെ മുത്താണ്. ഞാൻ ഇത്തിരി ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ട്, ഇച്ചിരി ഇട്ടിട്ട് 2-3 പെഗ്. ഞാനത് നീ എപ്പോഴാണ് വന്നതെന്ന് വെച്ചാൽ അപ്പം കുളിച്ചോണ്ട് കേട്ടോ. ക്യാഷ് ഇന്നലെ പെട്ടില്ല കുറേ. കുഴപ്പമില്ല, നല്ലതിനല്ലേ, അത് കുഴപ്പമില്ല. ജീവൻ രക്ഷപ്പെടുത്താനല്ല കൊടുത്താൽ കുഴപ്പമില്ല. എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റില്ല, അത് എടുത്ത് ഊരിക്കളയാതെ പറ്റില്ല. എനിക്കതാണ് വയറുവേദനിക്കണത്. 300 മതിയാണ്. ബിജി 100. പോടാ പൂറി മോനെ പോടാ. അൻവറെ വേങ്ങരെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളാം. മേലിൽ എൻ്റെ ലൈവിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ പൂര തെറി കേൾക്കും എൻ്റെ കയ്യിൽ. 1090 എവിടെ? നമുക്ക് 25. ഇപ്പോൾ ഇവൾക്ക് 50. ഞാൻ ഛർദിക്കും പൂറിമൻ ഇറങ്ങും. റെഡ് ബുള്ള് കൊണ്ടുവച്ച് ഇറങ്ങും. തെറി വിളിക്കാൻ എനിക്ക് പറ്റണില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ലഹരി കുടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലെവൽ കിട്ടൂല. മനസ്സിലായോ? ഇനി ഞാൻ തെറി വിളിക്കുന്നില്ല, മാക്സിമം ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയണതാണ്. കാര്യം ഇവരിറ്റങ്ങളൊക്കെ എൻ്റെ ലൈവിലിരിക്കാനുള്ള യോഗ്യത ഇല്ലാത്ത പൂറി മക്കളാണ്. ഞാനേ ഒരു ഈ പ്രമുഖിയായ എൻ്റെ ലൈവിലിരിക്കണമെങ്കിൽ ഒരു ഗുണം വേണം. ബിജി പറഞ്ഞു നിൻ്റെ ചോര ചെക്ക് ചെയ്യണമെന്ന്. ആണോ? ആദ്യം നിൻ്റെ ഉമ്മാൻ്റെ പൂറ്റിന്ന് ഇത്തിരി സെമൻ എടുത്ത് ചെക്ക് ചെയ്യാൻ പറയാം. അതിൽ വല്ല ക്യാൻസർ ഉണ്ടാകും നോക്ക്. ബിയറാണോ അടിച്ച്? അല്ല, ബിയർ അടിച്ച് 2 ബിയർ അടിച്ച് ഇപ്പോൾ 2-3 പെഗ് അടിച്ച്. ഇപ്പോൾ വന്നാലോ? വേണ്ട ഇപ്പോൾ വരണ്ട. ഞാൻ കുടിച്ചിട്ട് കസ്റ്റമർ എടുക്കാറില്ല. ഞാൻ കുടിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ എടുക്കാറില്ല. നീ എപ്പോഴാണ് വന്നെന്ന് പറഞ്ഞാൽ മതി, ഞാൻ ഫ്രഷ് ആയിട്ടിരിക്കാം. ഫൈസൽ മതിയോ? എടാ നിങ്ങൾക്കൊക്കെ എന്നെ വേണമെന്ന് നല്ലോണം അറിയാം. നിങ്ങൾ സ്വപ്നത്തിൽ പോയി വേണോ അടിച്ചോ എന്നെ കണ്ടിട്ട്? അടിച്ചോ? അടിയടാ പോയിട്ട്. നീ ഇപ്പോഴാണ് വെള്ളം അടി തുടങ്ങിയത്? 4 ദിവസം മുമ്പ്. ആരെങ്കിലും എന്തെങ്കിലും ഉള്ളിൽ കളഞ്ഞിട്ടുണ്ടാവും. ആയിട്ടുണ്ടാവും എൻ്റെ അക. ഞാനേ ഈ സാധനം ഊരാൻ വേണ്ടിയാണ്. മനസ്സിലായ? ഈ സാധനം മനസ്സിലായ എന്താന്ന്? ഇതെന്താന്ന് മനസ്സിലായ? ഇതെന്താന്ന് മനസ്സിലായ? ഇത് ഊരിയില്ലെങ്കിൽ എനിക്ക് വയറുവേദന വരും, നടുവേദന വരും. എനിക്ക് പറ്റൂല അത്. എൻ്റെ കാമുകനുള്ളത് കാരണം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഇട്ടതാണ്. ഫെബ്രുവരി വന്നപ്പോൾ ഞാൻ ഇട്ടിട്ട് വന്ന. ഇതെന്താന്ന് മനസ്സിലായ? ബുദ്ധിയുള്ളവന്മാരെ അത് ഊരി കളഞ്ഞില്ലെങ്കിൽ ചില പെണ്ണുങ്ങൾക്ക് കുഴപ്പമില്ല, ചില പെണ്ണുങ്ങൾക്ക് പറ്റില്ല. തടി വെക്കും, ചില പെണ്ണുങ്ങൾ മെലിഞ്ഞു പോവും. ഞാനിപ്പോൾ 65 കിലോ ആയി.